വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കപർന്നഹൂമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കുവാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവിടെ കിടക്കയോടി താഴെട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിബഞ്ജനിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കുവാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോകുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുകെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, വലിയ നോയമ്പിലെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം അടുത്തു വന്നിരിക്കുന്നു. കഴിഞ്ഞ 2 ഞായറാഴ്ചകളിലായിട്ട് സഭ നമ്മോട് ഒരു നവീകരണത്തെക്കുറിച്ച്, ഒരു വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. 1-ാമത്തെ ഞായറാഴ്ച കാനായിലെ കല്യാണത്തിലൂടെ നമുക്കുണ്ടാകേണ്ട ട്രാൻസ്ഫോർമേഷൻ, നമുക്കുണ്ടാകേണ്ട മാറ്റം കൃത്യമായിട്ട് സഭ നമ്മെ പഠിപ്പിച്ചു. അതെങ്ങനെയാണെന്ന് 2-ാമത്തെ ഞായറാഴ്ച ഒരു കുഷ്ഠരോഗിയിലൂടെ നമ്മളെ പഠിപ്പിച്ചു. താൻ സ്വയം അക്സെപ്റ്റ് ചെയ്യണം, ഞാനൊരു കുഷ്ഠരോഗിയാണ്, എൻ്റെ യേശുവിന് എന്നെ സുഖമാക്കാൻ സാധിക്കും. അവൻ യേശുയുടെ അടുക്കൽ വന്ന് സാഷ്ടാംഗം പ്രണമിച്ച് തന്നെ സമർപ്പിച്ച് യേശുവിൽ വിശ്വാസം പ്രഖ്യാപിച്ച് യേശുവിനോട് പറഞ്ഞ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശുവിനെ തൊട്ട് അവന് സൗഖ്യം നൽകി. എന്നിട്ട് അവനെ സമാധാനത്തോടെ പറഞ്ഞയച്ചു. നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ഒരു തളർവാദ രോഗിയെയും അവരെ സഹായിക്കുന്ന 4 ചെറുപ്പക്കാരെയുമാണ്. വർഷങ്ങളായി തളർന്നു നടക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ പോവുകയോ ദൈവിക കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ചെയ്യാത്തൊരു മനുഷ്യനാണ്. ആ സമയത്താണ് കർത്താവ് അവിടെ സ്ഥലത്തെത്തുന്നത്, കപർന്നഹൂമിലെത്തുന്നത്. ധാരാളം ആളുകൾ യേശുവിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നു. അപ്പം 4 ചെറുപ്പക്കാർക്ക് ഒരാഗ്രഹം, ഈ തളർന്നു നടക്കുന്ന മനുഷ്യനെ കൂടി എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. തീർച്ചയായിട്ടും അവൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നാൽ തീർച്ചയായിട്ടും അവന് സൗഖ്യം കിട്ടും. അതാണ് അവരുടെ വിശ്വാസം. പക്ഷെ അതിന് ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ. തീർച്ചയാണ് ഈ ചെറുപ്പക്കാർ വീട്ടിലോട്ട് ചെന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നും വീട്ടുകാരൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒന്നാമത് വർഷങ്ങളായി തളർന്നു നടക്കുന്ന മനുഷ്യനാണ്. അവൻ്റെ ശാരീരികമായ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നല്ല വസ്ത്രം കാണത്തില്ല, അവനെ കൊണ്ടുപോകാനുള്ള കട്ടിൽ കാണത്തില്ല, ഈ വീട്ടുകാർക്ക് അവൻ്റെ കൂടെ പോകാനുള്ള സൗകര്യം കാണത്തില്ല. ഇനിയും ഈ വീട്ടുകാരെ സംബന്ധിച്ചാൽ ഈ ചെറുപ്പക്കാരനെ സമ്മതിക്കണമെന്നില്ല. കാരണം അവന് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകും. ഇത്രയും ദൂരെ യാത്ര ചെയ്ത് കിടക്കയിൽ അവനെ അവിടെ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ പ്രയാസം. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് വീണ്ടും പ്രയാസം കാണാൻ സാധിക്കും. ആളുകളുടെ പെരുപ്പം മുതൽ അതിനകത്ത് കയറാനായിട്ട് സാധിക്കുന്നില്ല. അസാധാരണമായ രീതിയിൽ വീടിൻ്റെ മച്ചിളക്കി മച്ചിനകത്തൂടെ കട്ടിലിറക്കി യേശുവിന് മുമ്പിൽ ഈ മനുഷ്യനെ എത്തിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 4 ചെറുപ്പക്കാർക്ക് ഒരു വില കൊടുക്കാൻ തയ്യാറായി. വചനത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറായപ്പോൾ അവർക്ക് വില കിട്ടുന്നതാണ് നമ്മുടെ പ്രധാനമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം നമുക്ക് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം ലോകത്തോട് പ്രഖ്യാപിക്കുവാനുള്ളതാണ്. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗ്ഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുവാൻ തക്കവണ്ണം നിങ്ങളുടെ വെളിച്ചം മനുഷ്യൻ മുമ്പിൽ പ്രകാശിക്കട്ടെ. ആ ചെറുപ്പക്കാർക്ക് 4 പേർക്ക് പോയി യേശുവിൻ്റെ പ്രസംഗം കേട്ട അനുഗ്രഹം പ്രാപിച്ച് പോകാമായിരുന്നു. പക്ഷേ ഈ അനുഗ്രഹം കിട്ടാൻ സാധ്യതയില്ലാത്ത ഈ ചെറുപ്പക്കാരനെ കൂടി അവിടെ എത്തിക്കണം. അവർക്കൊരാഗ്രഹം ഉണ്ടായി. എല്ലാ ക്രിസ്ത്യാനിക്കും ആഗ്രഹം ഉണ്ടാകണം. ഓരോ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അതിന് അയൽവക്കത്ത് പള്ളിയിൽ പോകാത്ത ഒരു ചെറുപ്പക്കാരനോ ഒരു വൃദ്ധനോ വൃദ്ധയോ
ഒരു രോഗി ഉണ്ടെങ്കിൽ അവരെ കൂടി എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുപോകാൻ ഒക്കുമോ എന്ന് നമ്മൾ അന്വേഷിക്കണം. അതിനുവേണ്ടി അല്പം ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു വാഹനം പിടിച്ചാണേലും അവനെ കൂടി ദേവാലയത്തിൽ എത്തിക്കുവാൻ അതിന് നമുക്ക് വിശ്വാസം വേണം. ഇവനെ എത്തിച്ചാൽ ഇവന് സൗഖ്യം കിട്ടും എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ രോഗിയായ മനുഷ്യന്റെ വിശ്വാസമല്ല ഇവിടെ, ഈ 4 ചെറുപ്പക്കാരുടെ വിശ്വാസമാണ്. അവര് ഒരുപാട് ത്യാഗം സഹിച്ച് ഈ ചെറുപ്പക്കാരനെ പൊക്കിയെടുത്ത് വളരെ ക്ലേശത്തോടുകൂടി യേശുവിന് മുമ്പിൽ എത്തിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുമുട്ടുന്ന പ്രിയ സഹോദരങ്ങളെ. ഈ നൊയമ്പ് കാലത്ത് നമ്മുടെ വിശ്വാസം ജീവിക്കാൻ നമ്മുടെ വിശ്വാസം ജീവിക്കാനുള്ള അവസരമാണ് നമ്മൾ കണക്കാക്കണം. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ജീവിക്കുകയല്ല. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. സമൂഹത്തിൽ ജീവിക്കുന്നവന് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ ചോദ്യം, എവിടെ നിന്റെ സഹോദരൻ എന്ന് ദൈവം കയനോട് ചോദിച്ചു. കയൻ കൊടുക്കുന്ന ഉത്തരം, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്നാണ്. അവനെ തല്ലിക്കൊന്ന് വയലിലെറിഞ്ഞേച്ചു വന്നിരിക്കുന്നവനാണെന്ന് ഓർത്തോണം. ഞാനാണ് എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ. പക്ഷെ ദൈവം കൃത്യമായി പറയും, നിന്റെ സഹോദരൻ്റെ കാവൽക്കാരൻ നീയാണ്. അവൻ്റെ വിശ്വാസത്തിൽ വളരുവാൻ നീ ഒരു നിമിത്തമാകണം. നിന്റെ വിശ്വാസത്തിലൂടെ അവൻ്റെ വിശ്വാസം വളരണം. നിന്റെ ജീവിതത്തിലൂടെ അവൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ടോ നമ്മുടെ വിശ്വാസം കൊണ്ടോ പ്രയോജനമുള്ളൂ. വിശ്വാസം പൊതിഞ്ഞു വെക്കാനുള്ളതല്ല. വിശ്വാസം മലമേൽ കത്തിച്ച വിളക്ക് പോലെ എല്ലാവർക്കും കാണപ്പെടുവാനുള്ളതാണ്. ഇതാണ് ഈ ചെറുപ്പക്കാർ ചെയ്യുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. നാം താമസിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ജീവിതം ഒരു പ്രകാശമായിട്ട്, ഒരു വെളിച്ചമായിട്ട്, ഒരു ജീവിത സാക്ഷ്യമായിട്ട് മറ്റുള്ളവർക്ക് കാണുവാൻ തക്കവണ്ണം, അറിയുവാൻ തക്കവണ്ണം ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന് അർത്ഥമുള്ളത് തിരിച്ചറിയുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. സ്വകാര്യ സ്വത്തല്ല വിശ്വാസം. ലോകം മുഴുവൻ എല്ലാവരോടും പ്രഖ്യാപിക്കേണ്ടതാണ് യേശു എന്ന രക്ഷകനെ കുറിച്ച്. ഞാൻ കണ്ട യേശുവിനെ, ഞാൻ സ്വീകരിച്ച യേശുവിനെ, ഞാൻ വിശ്വസിക്കുന്ന യേശുവിനെ, ഞാൻ ആരാധിക്കുന്ന യേശുവിനെ എല്ലാവരും അറിയണം. എല്ലാവരും യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കണം. യേശുവിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ലഭിക്കണം എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വരണം പ്രിയ സഹോദരങ്ങളെ. അതിനുവേണ്ടി ഈ ചെറുപ്പക്കാർ എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായി, എന്ത് കഷ്ടതകൾ സഹിക്കാൻ തയ്യാറായി, എന്ത് പ്രതിബന്ധത്തെയും നേരിടാൻ തയ്യാറായി. അവർക്ക് എന്ത് പറ്റിയും അതുകൊണ്ട് ഈ തളർവാദ രോഗി യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ അവന് സാധിച്ചു. ഇനി എന്താ സംഭവിക്കുന്നത്? ഇവർ മച്ചിളക്കി ഈ മനുഷ്യനെ യേശുവിന് മുമ്പിൽ എത്തിക്കും. ഇവിടെ കർത്താവ് പറയും, അവരുടെ വിശ്വാസം കണ്ട് യേശു ആ രോഗിയോട് പറയുന്ന കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. അവരുടെ വിശ്വാസം കണ്ട്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിലൂടെ അനേകരെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അനേകരുടെ രോഗങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകാൻ നമുക്ക് സാധിക്കും. അനേകരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രാർത്ഥന വഴി, നമ്മുടെ ഉപവാസം വഴി, നമ്മുടെ നൊയമ്പ് വഴി, നമ്മുടെ നേർച്ചകൾ വഴി, കാഴ്ചകൾ വഴി, നമ്മുടെ നല്ല ജീവിതം വഴി, നമ്മുടെ സഹായങ്ങൾ വഴി ഒരുപാട് പേരെ യേശു എന്ന സത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും പ്രിയ സഹോദരങ്ങളെ. ഇനി നാം കാണുന്ന 2 കാര്യങ്ങളാണ്. യേശു അവനോട് ആദ്യം പറയുന്നത്, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരീരവും ആത്മാവും മനസ്സും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ശരീരത്തിൽ പാപം ചെയ്യുമ്പോൾ അത് മനസ്സിനെ ബാധിക്കാം, ആത്മാവിനെ ബാധിക്കാം. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു. അവർ ഈ ദൈവത്തോടൊത്ത് വളരെയധികം സഹവസിച്ചിരുന്ന, പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ഭയമുണ്ടായി. അവർ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു. ഒരു നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. ഇതെല്ലാം പാപത്തിന്റെ അനന്തര ഫലങ്ങളായിട്ടും കാണാൻ സാധിക്കും. ഈ മനുഷ്യൻ പാപത്തിനടിമയായതുകൊണ്ട് ആ പാപത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇവന് അസുഖം ഉണ്ടായത്. എല്ലാ അസുഖവും പാപത്തിന്റെ പ്രതിഫലനമല്ല, പക്ഷേ പാപത്തിന്റെ പ്രതിഫലനമായി രോഗങ്ങൾ ഉണ്ടാകാം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ യേശു പാപം മോചിച്ചു എന്ന് കേട്ടപ്പോൾ അവിടുന്ന് യഹൂദന്മാർക്ക് വലിയ പ്രശ്നമായി. ദൈവത്തിന് മാത്രം കഴിഞ്ഞ ഒരു കാര്യം ഈ മനുഷ്യൻ എങ്ങനെ പറയുന്നത്? അവർ കർത്താവ് ഉത്തരം കൊടുക്കും. കർത്താവ് ചോദിച്ചതിൽ ഏതാ എളുപ്പം? ഇതിലേ എളുപ്പം നിന്റെ പാപം മോചിച്ചിരിക്കുന്നു പറയുന്നതാണോ, നീ കിടക്കയും എഴുതി നടക്കുക എന്ന് പറയുന്നതാണോ? സത്യത്തിൽ എളുപ്പം പാപം മോചിച്ചു എന്ന് പറയുന്നത്. കാരണം അവർക്ക് ആർക്കും അറിയത്തില്ല പാപം മോചിച്ചോ ഇല്ലയോ എന്ന്. എന്നാൽ ഈ കിടക്കയും എഴുതി നടക്കുക എന്ന് പറഞ്ഞാലോ, എല്ലാവരുടെയും മുമ്പേ ഈ തളർന്നു കിടക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് അവന്റെ കിടക്കയും എഴുതി നടക്കണം. അത് സാധ്യമായൊരു കാര്യമാണ്. എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അവരറിയേണ്ടതിന് യേശു അവനോട് പറഞ്ഞു,
നീ നിന്റെ കിടക്കയും എഴുന്നേറ്റ് എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോകും. അവൻ ചാടി എഴുന്നേറ്റ് കിടക്കയും എഴുന്നേറ്റ് അവന് വീട്ടിലേക്ക് പോയി. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകണം, പാപത്തിൽ നിന്ന് മോചനം കിട്ടണം. അവൻ വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവന്റെ രോഗത്തിൽ നിന്നുള്ള സൗഖ്യമായാലും കൊള്ളാം, അവന്റെ രക്ഷയാണേലും നേടിയെടുക്കുവാനായിട്ട് അവന് സാധിക്കത്തുള്ളൂ. ഈ നൊയമ്പ് കാലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ കണ്ടുപിടിക്കാനും പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാനും അങ്ങനെ രക്ഷാനുഭവത്തിലേക്ക് നമ്മൾ വരുവാനും ഉള്ള നല്ല സന്ദർഭമാണ്. ഇത് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷാനുഭവത്തിൽ വരുവാനായിട്ട് സാധിക്കത്തില്ല. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഈ വിശ്വാസം മറ്റുള്ളവർക്ക് രക്ഷയ്ക്ക് അനുഭവമാക്കി തീർക്കണം. രണ്ടാമത്, നമ്മുടെ പാപത്തിൽ നിന്ന് പൊറുതി നേടി വിശുദ്ധീകരണത്തിന് ജീവൻ നയിച്ച് രക്ഷാനുഭവത്തിലേക്ക് വരുവാൻ നമുക്കും മറ്റുള്ളവർക്കിടയാകട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കഴിവുള്ള എല്ലാ സഹായങ്ങളും പരസ്പരം ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒരു നല്ല സാക്ഷ്യമാക്കി തീർക്കുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. ഇതിനെല്ലാ കൃപയും തന്ന ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയായ പരിശുദ്ധ ദൈവമാതാവും നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.